അസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് 722 സ്ഥാനാർത്ഥികൾ. 67 സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. 126 മണ്ഡലങ്ങളിലേക്ക് കേരളത്തിനൊപ്പം ഏപ്രിൽ 9-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബൽ, അസം തെരഞ്ഞെടുപ്പും കേരള തെരഞ്ഞെടുപ്പുമെല്ലാം ഒരേ ദിവസമാണ്. 722 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുമ്പോൾ എത്ര പേർ ഇതിനകം പത്രിക പിൻവലിച്ചിരിക്കുന്നു? അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? കോൺഗ്രസിൽ നിന്ന് നിരവധി പേർ BJP-യിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. സ്മൃതി പറഞ്ഞ പോലെ തന്നെ കേരളത്തിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനമാണ് അസം. അവിടെ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമയം ഇന്നലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. മൊത്തം 722 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ജനവിധി തേടാൻ വേണ്ടി രംഗത്ത് ഉള്ളത്. 67 പേർ ഇന്നലെ പത്രിക പിൻവലിക്കുകയും ചെയ്തിരുന്നു. വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ കോൺഗ്രസും BJP-യും തമ്മിൽ നടത്തുന്നത്. മൂന്നാം വട്ടവും അധികാരത്തിൽ വരാൻ BJP ശ്രമം നടക്കുമ്പോൾ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് തീവ്ര ശ്രമത്തിലാണ് സംസ്ഥാനത്ത് ഉള്ളത്. പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് BJP-യുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. താരപ്രചാരകരായി പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് എത്തുന്നതോടെ പ്രചാരണം കൊഴുക്കുകയും ചെയ്യും. അതേസമയം കോൺഗ്രസ് ആകട്ടെ ഈ പറഞ്ഞ സർക്കാരുകളുടെ വികസന മുരടിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രചരണം കൊഴുപ്പിക്കുകയാണ്. അസാമിനെതിരായ ആക്രമണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രചരണം കൊഴുപ്പിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഉയർത്തിക്കാട്ടിയൊക്കെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും വലിയ വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒപ്പീനിയൻ പോൾസ് വലിയ തരത്തിൽ അവിടെ BJP-ക്ക് വീണ്ടും തുടർഭരണം പ്രവചിച്ചു എന്നത് കോൺഗ്രസിന്റെ അല്പം നിറം മങ്ങിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ പോലും ആത്മവിശ്വാസം കൈവിടാതെയുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും അധികാരത്തിലുള്ള ശ്രമങ്ങൾ തീവ്രമായി നടക്കുന്നു. വരും ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തേക്ക് എത്തുന്നതോടെ കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കും. കൂടുതൽ വാശിയേറിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും. എന്താണെങ്കിലും ഗൗരവ് ഗൊഗോയ് നിലവിലത്തെ ലോക്സഭാ ഉപനേതാവ് കൂടിയാണ്. ഗൗരവ് ഗൊഗോയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മുഖമായി കോൺഗ്രസ് എന്താണെങ്കിലും മത്സരിപ്പിക്കുന്നത്. BJP-ക്കാണെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ തന്നെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ആകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും വാശിയേറിയ പോരാട്ടമാണ് അസാമിൽ നടക്കുന്നത്. കേരളത്തിനൊപ്പം തന്നെ ഏപ്രിൽ 9-ന് അസാമിലും വോട്ടെടുപ്പ് നടക്കും. അതിനു മുൻപ് പ്രചാരണം ഒരിക്കൽ കൂടി കൊഴുപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്ത് എത്തുകയും ചെയ്യും. സ്മൃതി, ശരി. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.